Hello, good morning. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Fourier series of 2L periodic functions ആണ്. ഇതുവരെ നമ്മൾ Fourier series of 2π periodic function defined over the interval -π to π ചെയ്തു. പിന്നെ Fourier series of even and odd periodic functions ചെയ്തു. പിന്നെ Fourier sine series, Fourier cosine series, പിന്നെ Fourier series of sum of functions, പിന്നെ Fourier series over any length 2π വരെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ Fourier series of 2L periodic functions ആണ് ചെയ്യുന്നത്. 2L periodic functions എന്ന് പറയുമ്പോൾ ലിമിറ്റ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് 2π ആയിരിക്കില്ല, 2L ആയിരിക്കും, എനി ആർബിട്രറി പീരീഡ്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ Fourier series of 2L periodic functions, the Fourier series of the 2L periodic functions f of x initially defined over the interval -L less than x less than L is given by the Fourier series formula. F of x is equal to a0 by 2 plus sigma n is equal to 1 to infinity an cos n pi x by L plus bn sin n pi x by L. L എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് ആണ്. Where the coefficients are given by the Euler formula, a0 is equal to 1 by L, integral over minus L to L, f of x dx, an is equal to 1 by L, integral minus L to L, f of x cos n pi x by L dx, and bn is equal to 1 by L, integral over minus L to L, f of x sin n pi x by L dx. ഇതാണ് നമ്മുടെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. Find the Fourier series for the periodic function f of x is equal to 0 when -1 less than x less than 0 and 1 when 0 less than x less than 1. നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലംസ് മാതിരി ഇതിപ്പോൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത്. ഹാഫ് വരെ 0 എന്ന വാല്യൂ, അതർ ഹാഫ് 1 എന്ന് പറഞ്ഞ വാല്യൂ. ഇവിടെ ഇതിലെ പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഒരു പീരീഡ് ഇവിടെ -1 to 1 ആണ് നമ്മുടെ പീരീഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മുടെ പീരീഡ് ലെങ്ത് എന്ന് പറയുന്നത്. സോ 1 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് 2L എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 2L പീരിയോഡിക് ഫങ്ഷൻസിനാണെന്ന്. സോ 2L ഈക്വൽ ടു 2 എന്ന് കിട്ടും നമ്മുടെ ലെങ്ത്. സോ L ഇസ് ഈക്വൽ ടു 1, എല്ലിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് Fourier series is given by f of x is equal to a0 by 2 plus sigma n is equal to 1 to infinity an cos n pi x plus bn sin n pi x. ഇനി നമ്മൾ a0ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ 1 by L ആണ്. L എന്ന് പറയുന്ന വാല്യൂ 1 ആയതുകൊണ്ട് 1 by 1 ഇൻ്റഗ്രൽ ഓവർ -1 to 1 f of x dx. ഇവിടെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 1 by L ഇൻ്റഗ്രൽ ഓവർ -L to L f of x dx ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആണ് നമുക്ക് എല്ലിൻ്റെ വാല്യൂ, -1 to 1 ആണ്. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടിരിക്കുന്നത്. സോ -1 to 0 എന്ന് പറയുന്ന വാല്യൂ, 0 to 1 എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ നമ്മൾ ആ ലിമിറ്റ്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്തു. 1 പ്ലസ് എക്സ് ആണ്, ഇവിടെ 0 വരും. 0 പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഓവർ 1 എന്ന് പറയുന്നത് എക്സ് ആണ്. 0 to 1, 1 minus 0 is 1. അതേപോലെ തന്നെ an-ൻ്റെ വാല്യൂ an is equal to 1 by L സിഗ്മ ഇൻ്റഗ്രൽ ഓവർ -L to L f of x cos n pi x dx. അതേപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എല്ലിൻ്റെ വാല്യൂ അറിയാം, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അത് കറസ്പോണ്ടിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ പിന്നെ cos n pi x by L. n pi x by L എന്ന് പറയുമ്പോൾ n pi x by L എന്ന് പറയുമ്പോൾ 1 ആയതുകൊണ്ട് നമ്മൾ 1 എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമുക്കിവിടെ 0 കിട്ടും. ഇവിടെ 1 into cos n pi x എന്ന് പറയുന്നത് കോസിൻ്റെ പിന്നെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin n pi x by n pi ആണ്. 0 to 1. അപ്പോൾ നമുക്ക് 0 ആയതുകൊണ്ട് sin n pi 0 ആയതുകൊണ്ട് 0 ആണ് വാല്യൂ കിട്ടുക. an-ൻ്റെ bn-ൻ്റെ വാല്യൂ അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 1 by L ഇൻ്റഗ്രൽ ഓവർ -L to L f of x sin n pi x by L dx ആണ്. സോ നമ്മൾ നെസസറിലി നമ്മളിവിടെ cos n pi x by n pi 0 to 1 ആണ് ലിമിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 by n pi into 1 minus 1 whole raised to n കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ n ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ള രണ്ട്
കേസസ് ചെക്ക് ചെയ്യുക. ഇവിടെ n ഓഡ് ആവുന്ന സമയത്ത് ബി എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. സോ -1 whole raised to -1 is -1 itself. So 1 minus -1 is 2. 2 by n pi ആണ്. എന്നിൻ്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ നമുക്ക് ബി എന്നിൻ്റെ വാല്യൂ n ഇപ്പോൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ -1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 - 1 0 by n pi ആണ്. അത് 0 തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മൾ ഫൊറിയർ സീരീസ് എഴുതുക 1/2. കാരണം നമുക്ക് a0ൻ്റെ വാല്യൂ 1 ആണ് കിട്ടിയത്. സോ 1/2 പ്ലസ് 2 എന്ന് പറയുന്നത് പുറത്തെടുക്കുക. നമുക്ക് ഓഡ് ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഈവൻ ടേംസിൻ്റെ വാല്യൂ 0 ആണ്. സോ sin πx പ്ലസ് sin 3πx/3 പ്ലസ് sin 5πx/5 പ്ലസ് എക്സെട്ര എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക. ഹലോ, ഇതൊരു സെക്കൻഡ് എക്സാമ്പിളാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ഫൊറിയർ സീരീസ് ഓഫ് 12 പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ വേറൊരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ where f of t is equal to 0 when -2 less than t less than -1, k when -1 less than t minus 1, 0 when 1 less than t less than 2. ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് -2 ആണ്, ലോവർ ലിമിറ്റ് 2 ആണ്. സോ -2 2 -l എന്ന് പറയുന്ന പോലെ നമുക്ക് 2 ആണ് കിട്ടിയത്. സോ നമ്മൾ അതിൻ്റെ പീരീഡിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ 2l is equal to 4 and l is equal to 2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ എക്സിന് പകരം ടി എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ തന്നെ ഇനി എല്ലിൻ്റെ വാല്യൂ നമ്മൾ 2 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഫൊറിയർ സീരീസ് ഇസ് ഗിവൻ ബൈ ദ ഫോർമുല എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് sigma n is equal to 1 to infinity an cos n pi t by l ആണ്. ഇവിടെ ടി ആണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്, അതുകൊണ്ട് എക്സിന് പകരം നമ്മൾ ടി കൊടുത്തു. ആൻഡ് എല്ലിൻ്റെ വാല്യൂ നമ്മൾ 2 ആണെന്ന് ഫൈൻഡ് ചെയ്തു. സോ /2 കൊടുത്തു പ്ലസ് ബി എൻ സൈൻ n pi t by 2. ഇനി a0ൻ്റെയും a_n-ൻ്റെയും b_n-ൻ്റെയും വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുക. a0ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/l ഇൻ്റഗ്രൽ ഓവർ -l to l f of t dt ആണ്. എക്സിന് പകരം ടി കൊടുത്തു എന്നേ ഉള്ളൂ, അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലിൻ്റെ വാല്യൂ 2 ആണ്, അത് കൊടുത്തു. അതേപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻ്റർവെൽ ഉള്ളത്. -2 to -1 ഒരു വാല്യൂ ആണ്, -1 to 1 ഒരു വാല്യൂ ആണ്, 1 to 2 വേറൊരു വാല്യൂ ആണ്. സോ അക്കോർഡിംഗ്ലി നമ്മളത് കൊടുക്കുക. ഇവിടെ നമുക്ക് 0ൻ്റെയും ക്യാൻസൽ ആവും. ഇവിടെ k എന്ന് പറയുന്നത് kt ആയിരിക്കും ഇൻ്റഗ്രൽ വരുന്നത്. ആൻഡ് ദ ലിമിറ്റ് ഇസ് ഗിവൻ ബൈ -1 to 1. സോ k/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പം 2k/2 എന്ന് പറയുമ്പോൾ k ആയിരിക്കും നമ്മുടെ a0ൻ്റെ വാല്യൂ. അതേപോലെ തന്നെ നമ്മൾ a_n-ൻ്റെ വാല്യൂ 1/l സിഗ്മ ഇൻ്റഗ്രൽ ഓവർ -l to l f of t cos n pi t by l ആണ്. l-ൻ്റെ വാല്യൂ 2 ആണ്. നമ്മളത് 1/2 കൊടുത്തു. k ഇൻറ്റു cos n pi t by 2 dt. നമ്മളത് പിന്നെ k എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. cos n pi t by 2 എന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin n pi t by 2 ഡിവൈഡഡ് ബൈ n pi by 2 ആണ്. നമ്മൾ -1 to 1 മാത്രമേ വരുള്ളൂ, ബാക്കി 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആൻസർ 0 ആണ് കിട്ടുക. സോ ഇവിടെ നമ്മൾ 2 എന്ന് പറയുന്നത് 2k/2n pi പുറത്തെടുത്തു, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് sin n pi by 2 മൈനസ് n pi by 2. നമ്മൾ ടിക്ക് വാല്യൂ 1ഉം -1ഉം ഇൻ്റർവെൽസ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 sin n pi by 2 കിട്ടും. മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് പ്ലസ് ആവും. sin n pi by 2 പ്ലസ് sin n pi by 2 is 2 sin n pi by 2 ഇൻറ്റു 2k/2n pi എന്ന് പറയുമ്പോൾ 4k sin n pi by 2 pi ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആകുമ്പോൾ 2k sin n pi by 2 ഡിവൈഡഡ് ബൈ n pi ആണ് കിട്ടുക a_n-ൻ്റെ വാല്യൂ. ഇവിടെ നമ്മുടെ a_n-ൻ്റെ വാല്യൂ 2k sin n pi by 2 by n pi കിട്ടി. സോ നമ്മൾ n ഈവൺ ആയിട്ട് വാല്യൂ കൊടുക്കുന്ന സമയത്ത് a_n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം sin n pi എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മളത് ബാക്കിയുള്ള കോൺസ്റ്റൻറ്റ് ടേംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി n-ൻ്റെ വാല്യൂ 159 ആണെങ്കിൽ sin pi by 2 sin 5pi by 2 ഒക്കെ 1 ആണ്. സോ നമുക്കിവിടെ 2k/n pi ഇൻറ്റു 1 ആണ് കിട്ടുക. സോ 2k/n pi ആണ് n-ൻ്റെ വാല്യൂ 159 ആകുമ്പോൾ കറസ്പോണ്ടിങ് an വാല്യൂ വരുന്നത്. ഇനി n-ൻ്റെ വാല്യൂ 3, 7, 11 ഒക്കെ ആണെങ്കിൽ sin 3pi by 2 sin 7pi by 2 ഒക്കെ -1 ആണ്. സോ an-ൻ്റെ വാല്യൂ -2k/n pi ആണ് കിട്ടുക. ഇനി bn-ൻ്റെ വാല്യൂ bn is given by 1/l
sigma integral over minus L to L f of t sin n pi t by 2 dt ആണ്. Since sin is an odd function അപ്പോൾ നമുക്കിവിടെ -1 to 1 ആണ് വരുന്നത്. ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? -a to a sin t dt എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ bn is equal to 0. നൗ a0ൻ്റെ a-ൻ്റെയും bn-ൻ്റെയും വാല്യൂ കിട്ടി. സോ ഫോറിയർ സീരീസ് നമ്മൾ f of t is equal to k by 2. k ആണ് a0ൻ്റെ വാല്യൂ, bn-ൻ്റെ വാല്യൂ 0 ആണ്, an-ൻ്റെ വാല്യൂ sigma n is equal to 1 to infinity to k sin n pi by 2 divided by n pi into cos n pi t by 2 ആണ് നമുക്ക് കിട്ടുക. ആൻഡ് k that is equal to k by 2 plus 2k by pi നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 159 വരുമ്പോൾ 2k by n പൈയും 3711 വരുമ്പോൾ -2k by n പൈ ആണ് കിട്ടുക. സോ ഓൾട്ടർനേറ്റിംഗ് മൈനസും പ്ലസും ഇട്ടിട്ട് നമുക്ക് ഫോറിയർ സീരീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും.